ഇനി ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി രാഹുൽ വിജയനുണ്ട്. രാഹുൽ, വലിയ ഭൂരിപക്ഷമായിരുന്നു ഡീൻ കുര്യാക്കോസിന് കഴിഞ്ഞ തവണ. അതുകൊണ്ട് തന്നെ അത് മറികടക്കുക വലിയ വെല്ലുവിളിയാണ് LDF-നെ സംബന്ധിച്ച്. ജോയ്സ് ജോർജ് CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. എന്തൊക്കെയാണ് ഒടുവിലത്തെ ചിത്രം? വേണു, എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ. എന്തായാലും ഇടുക്കിയിൽ സ്വാഭാവികമായിട്ടും ഒരു LDF UDF മത്സരം തന്നെയാണ്. അത് NDAയും സമ്മതിച്ചു തരുന്ന ഒരു കാര്യമാണ്. NDA സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് വിഹിതം കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത്. എന്തായാലും LDF-ഉം UDF-ഉം പ്രചരണത്തിലാണെങ്കിൽ പോലും അത്ര കണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. വലിയ ഒരു പാർലമെന്റ് മണ്ഡലമാണ്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലമാണ്. ഇടുക്കി എന്ന വലിയ ജില്ലയും കടന്ന് കോതമംഗലം, മൂവാറ്റുപുഴയും ഒക്കെ എത്തി നിൽക്കുമ്പോഴും അതൊക്കെ കവർ ചെയ്യാനും എല്ലാ പഞ്ചായത്തുകളിലൂടെയും പ്രചരണത്തിന് നേരിട്ട് തന്നെ എത്താൻ വേണ്ടി സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആത്മവിശ്വാസമാണ്, ഓരോരുത്തരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇതൊരു UDF അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമെന്ന് നേരത്തെ മുതൽ പറയുന്നതാണ്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറും എന്ന് LDF പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവസാന മണിക്കൂറുകളിൽ ഓരോ വോട്ടുകളുടെയും ഓരോ മണ്ഡലങ്ങളിലെയും ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും കണക്കുകൾ അവർ പരിശോധിക്കുകയും ചെയ്യണം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ വന്യജീവി സംഘർഷം ഒരു പ്രധാന വിഷയമായി ഈ മണ്ഡലത്തിൽ ചർച്ചയായതാണ്. അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്ക്, അല്ലെങ്കിൽ അവർ എത്രത്തോളം നിഷ്ക്രിയമായാണ് ഇതിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി ഇതിൽ ഒരു പ്രചരണം നടത്തിയത്. എന്നാൽ ബാക്കി രണ്ട് മുന്നണികളും ഇതിനെ ഡീൻ കുര്യാക്കോസ് MP എന്ന നിലയിൽ ഒന്നും ചെയ്തില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷയമാണ് ഇവിടെ പ്രധാനമായും ചർച്ചയായത്, മനുഷ്യ വന്യജീവി സംഘർഷം. അതുകൂടാതെ ഇടുക്കി രൂപതയുടെ കേരള സ്റ്റോറി പ്രദർശനം വന്നു, അതുപോലെ തന്നെ MM മണിയുടെ വിവാദ പരാമർശം വന്നു. അതൊക്കെ പക്ഷേ മുന്നണികളോ ഈ സ്ഥാനാർത്ഥികളോ ഏറ്റുപിടിക്കാൻ തയ്യാറായില്ല. അത് ആ വഴിക്കങ്ങ് പോവുകയാണ് ചെയ്തത്. എന്തായാലും അവസാന മണിക്കൂറുകളിലേക്ക് അടുക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഫലം എന്ന് ഒരു പ്രവചനാതീതമായ മത്സരത്തിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഴിഞ്ഞ തവണത്തെ കണക്ക് പരിശോധിച്ചാൽ 1,71,053 വോട്ടിന്റെ ഭൂരിപക്ഷം ഡീൻ കുര്യാക്കോസിനുണ്ടായിരുന്നു. അതെങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന് ജോയ്സ് ജോർജ് കൃത്യമായൊരു മറുപടി തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി ലഭിക്കുന്നില്ല. പക്ഷേ ആത്മവിശ്വാസമുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ വോട്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.